ഭക്തിയോഗം അല്ലെ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാ. ഇപ്രകാരം എപ്പോഴും അങ്ങയിൽ മനസ്സുറപ്പിച്ചവരായ ചിലർ അങ്ങയെ ഉപാസിക്കുന്നു, എന്നാൽ മറ്റു ചിലർ നിർഗുണ ബ്രഹ്മത്തെയും ഉപാസിക്കുന്നു. ഇവരിൽ ഏതു കൂട്ടരാണ് ഉത്തമ യോഗജ്ഞന്മാർ? മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താവുപാസത്തെ ശ്രദ്ധയാ പരയോ വേദാസ്തേ മേ യുക്തതമാമതാ. മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ച് സദാ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അത്യന്തം ശ്രദ്ധയോടുകൂടി ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമ യോഗികൾ എന്നത്രേ എന്റെ നിശ്ചിതമായ അഭിപ്രായം. യേദ്വക്ഷരമനിർത്തേസ്ത്യം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം സന്യമ്യേന്ദ്രിയക്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാ. ഇന്ദ്രിയങ്ങളെയെല്ലാം നല്ലവണ്ണം അടക്കി സകലത്തിലും സമഭാവനയോടെ ജീവികളുടെയും നന്മയിൽ തത്പരരായി യാതൊരുവരാണോ നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്തതും സർവത്ര വ്യാപിച്ചിരിക്കുന്നതും ചിന്താവിഷയമാകാത്തതും പ്രപഞ്ചധാരവും ചലനമില്ലാത്തതും ശാശ്വതവും ഇന്ദ്രിയ ഗോചരമല്ലാത്തതുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി കതിർദുഃഖം ദേഹവത് പ്രവാപ്യത്തെ. അവ്യക്തത്തിൽ ആസക്തചിത്തരായവർക്ക് ക്ലേശം വളരെ അധികമാണ്. എന്തെന്നാൽ ദേഹാഭിമാനികൾ ബ്രഹ്മോപാസന വിഷയമായ നിഷ്ഠ കഷ്ടപ്പാടോട് കൂടിയേ പ്രാപിക്കുന്നുള്ളൂ. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുത്തർത്താം മൃത്യുസംസാരസാഗരാത് ഭവാമി നസിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. അല്ലയോ അർജുന, സകല കർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ച് എന്നെ തന്നെ പരമാശ്രയമായി കരുതി ഏകാന്ത ഭക്തിയോടെ എന്നെ ധ്യാനിക്കുന്നവരായി യാതൊരുവൻ ഉപാസിക്കുന്നുവോ എന്നിൽ ഉറച്ച മനസ്സോടുകൂടി അവർക്ക് വൈകാതെ മരണരൂപമായ സംസാര സമുദ്രത്തിൽ നിന്നും കരകയറ്റുന്നവനായി ഞാൻ ഭവിക്കുന്നു. മയ്യേവ മന ആദസ്ത്വം മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അദവോ ത്വം ന സംശയ. എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുക, എന്നിൽ തന്നെ ബുദ്ധിയെയും നിർത്തുക. അങ്ങനെ ചെയ്താൽ ദേഹം നശിച്ചു കഴിഞ്ഞാലും നീ എന്നിൽ തന്നെ വസിക്കും, സംശയം വേണ്ട. അത ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. അല്ലയോ അർജുന, മനസ്സിനെ എന്നിൽ തന്നെ സ്ഥിരമായി ഉറപ്പിച്ചു നിർത്താൻ നീ ശക്തനാകുന്നില്ലെങ്കിൽ അഭ്യാസ യോഗം കൊണ്ട് എന്നെ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും. അഭ്യാസേ അഭ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസയോഗം അനുഷ്ഠിക്കുന്നതിലും നീ സമർത്ഥനല്ലെങ്കിൽ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവനായി തീരുക. എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്താലും നിനക്ക് പരമപദം പ്രാപിക്കാം. അതൈതദപ്യസക്തോസി കർത്തും മദ്യോഗമാശ്രിത സർവകർമ്മഫലത്യാഗം തദ കുരു യദാത്മവാൻ. എന്നാൽ ഇതുപോലും വെടിഞ്ഞ് ഈശ്വരാർപ്പണമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് പോലും നീ അശക്തനാണെങ്കിൽ എന്റെ യോഗത്തെ ആശ്രയിച്ചവനും മനസ്സിനെ അടക്കിയവനും ആയി സകല കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക. തലേച്ച വെടിഞ്ഞ് സകല കർമ്മങ്ങളും ചെയ്യുക എന്നർത്ഥം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാത്യാഗം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗം
ത്യാഗാച്ചാന്തിരനന്തരം. അഭ്യാസത്തെക്കാൾ ജ്ഞാനം ശ്രേഷ്ഠമാകുന്നു, ജ്ഞാനത്തെക്കാൾ ധ്യാനം വിശിഷ്ടമാകുന്നു, ധ്യാനത്തെക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു, കർമ്മഫലത്യാഗത്തിൽ നിന്ന് വൈകാതെ ശാന്തി ഉണ്ടാകുന്നു. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാതൃഢ നിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഒരു ജീവിയോടും വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും സ്നേഹവും കരുണയും ഉള്ളവനും എന്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കരുതുന്നവനും ക്ഷമാശീലനും സദാ സന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യവും ഉള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എന്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. യസ്മാന്നോദ്വിജതേ ലോകോ ലോകാന്നോദ്വിജതേ സയ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യഃ സച്ച മേ പ്രിയഃ. മറ്റുള്ളവർക്ക് അസ്വസ്ഥ്യമുള്ളവർക്കാതെയും മറ്റുള്ളവരാൽ അസ്വസ്ഥനാക്കപ്പെടാതെയും സന്തോഷം, കോപം, ഭയം, മനക്ഷോഭം എന്നിവയിൽ നിന്ന് മുക്തനായിരിക്കുന്നവനാരോ അവനും എനിക്ക് പ്രിയനാകുന്നു. അനപേക്ഷസ്സു ചേർത്തക്ഷ ഉദാസീനോ കദവ്യത സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഇന്ദ്രിയ വിഷയ ബന്ധങ്ങളിൽ ഒന്നിനും ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും പക്ഷപാതമില്ലാത്തവനും ഭയമകന്നവനും എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനുമായ എന്റെ ഭക്തനും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യഃ സ മേ പ്രിയഃ. യാതൊരുവൻ ഇഷ്ടപ്രാപ്തികൾ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തികൾ ശോഷിക്കാതെയും ഇഷ്ടനാശങ്ങൾ ദുഃഖിക്കാതെയും ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ, യാതൊരുവൻ ശുഭാശുഭങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ ആ ഭക്തൻ പ്രിയപ്പെട്ടവനാകുന്നു. സമസത്രൗ ച മിത്രേ ച തദാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യ നിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യോ ന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവനയുള്ളവനും തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും നിന്നയും സ്തുതിയും തുല്യമായി കരുതുന്നവനും മൗനിയായിരിക്കുന്നവനും കിട്ടുന്നതുകൊണ്ട് സന്തുഷ്ടനായിരിക്കുന്നവനും ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനും സ്ഥിരചിത്തനും ഭക്തനുമായ മനുഷ്യൻ എനിക്ക് പ്രിയനാകുന്നു. യേതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. സ്മരിക്കപ്പെട്ട മോക്ഷസാധകമായ കർമ്മത്തെ ശ്രദ്ധയോടുകൂടിയും എന്നെ പരമാശ്രയമെന്ന് കരുതിയും ആരാണോ അനുഷ്ഠിക്കുന്നത് ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാകുന്നു.